ന്യായവിലയുണ്ടെങ്കിലും രോഗബാധയിൽ വലഞ്ഞ് ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ. കാലാവസ്ഥാ വ്യതിയാനമാണ് കർഷകരെ വലയ്ക്കുന്നത്. മഴയിൽ കൊക്കോക്കായി അഴുകി നശിക്കുന്നതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. ഉത്പാദനം കുറയുകയും രോഗബാധയെ മൂലം കൊക്കോ കർഷകർ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കൊക്കോയ്ക്ക് ന്യായവില ഉണ്ടെങ്കിലും കർഷകർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല. കൊക്കോ കായ്കൾക്ക് ചീയൽ രോഗം വ്യാപകമായി പിടിപെടുന്നതാണ് തിരിച്ചടിയാവുന്നത്. റെക്കോർഡിലേക്ക് കുതിച്ച വിലയിൽ അടുത്ത കാലത്ത് ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോഴും കൊക്കോയ്ക്ക് മെച്ചപ്പെട്ട വിലയാണ് ലഭിക്കുന്നത്. തോര മഴയാണ് ഇപ്പോൾ വില്ലനായിരിക്കുന്നത്. മഴയിൽ കൊക്കോ കായ്കൾ വലിയ തോതിൽ ചീഞ്ഞഴുകി നശിച്ചു പോകുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മെയ് ആദ്യം മുതൽ ആരംഭിച്ച മഴ തോരാതെ വന്നത് കൊക്കോ കായിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടി. വെയിൽ കിട്ടുമ്പോൾ കായ് വീണ്ടും പഴയതുപോലെ ആകുമായിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ മഴയ്ക്ക് ശേഷം വേണ്ടത്ര വെയിൽ ലഭിച്ചില്ല. ഇപ്പോൾ കാലവർഷം ശക്തമല്ലെങ്കിലും മഴ തുടരുന്നത് കൊക്കോ കൃഷിക്ക് പ്രതികൂലമായി തീർന്നിരിക്കുകയാണ്. വില കുറഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ കൂടാതെ തന്നെ ഉൽപ്പാദനം തീർത്തില്ല. എല്ലാം ഈ കരിഞ്ഞുണങ്ങിയൊരു രോഗം പിടിവിട്ട് പോകുന്നൊരവസ്ഥയാണ്. അതിനാൽ നമുക്ക് കർഷകർക്ക് ഒരു വിധത്തിലും ഇത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2-3 തവണ തുരിച്ചടിച്ചുമൊക്കെ പിടിപ്പിച്ചാൽ ഇത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അത് മുഴുവൻ ഈ ഫംഗസ് ബാധിച്ച് മുഴുവൻ പോകുന്നൊരവസ്ഥയിലാണ് കൊക്കോ കൃഷി. അതുകൊണ്ട് കൊക്കോ കൃഷി ഇപ്പോൾ നമുക്ക് ലാഭകരമല്ലാത്തൊരു രീതിയിലേക്ക് ശരാശരി ഒരു 500 രൂപയിൽ നമുക്ക് ഉണക്കി കിട്ടിയാലോ ഇന്നത്തെ ഈ പണിക്കൂലിയും വളത്തിൻ്റെ ചെലവും മറ്റ് ചെലവുകളും എല്ലാം കൂടെ പറയുന്നത് അണ്ണാശല്യം, മരപ്പെട്ടി ശല്യം ഇതിനെല്ലാം പ്രതിരോധിച്ച് വേണം ഈ കൃഷി നടത്തുന്നതിന്. കർഷകർ ഏറെ പ്രതീക്ഷയോടെ പരിപാലിച്ച കൃഷിയാണ് ഇപ്പോൾ നഷ്ടത്തിലായിരിക്കുന്നത്. അണ്ണാൻ തുടങ്ങിയ ജീവികളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയ കർഷകർക്ക് കാലാവസ്ഥയുടെ രൂപത്തിലും തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൊക്കോ തോട്ടമായും ഇടവിളയായും കൃഷി നടത്തുന്ന കർഷകരുണ്ട്. ഇവരുടെയെല്ലാം പ്രതീക്ഷയാണ് മഴക്കാലം തകർത്തത്. മറ്റു വിളകളെ പോലെയല്ല കൊക്കോ ദിവസവും വരുമാനം ലഭിക്കുന്ന കൃഷിയായതിനാൽ മിക്ക കർഷകരും കൊക്കോ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വർഷവും ഉണ്ടാകാത്ത കാലാവസ്ഥയാണ് ഈ വർഷം ഉണ്ടായതും വില്ലനായതും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.